ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു JMJ. പുഷ്പ എന്ന് വെച്ചാൽ അമ്മാതിരി അപരാധം കാട്ടിവെച്ചിട്ടുള്ള പടം. നമ്മളിൽ റിവ്യൂ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും സൂപ്പർ പടമായിരുന്നു, ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. സിനിമ 2000 കോടിയൊക്കെ നേടി ഓൾമോസ്റ്റ്. അതിന് മുകളിലേക്കും ഇനി പോകാൻ ഭയങ്കര സാധ്യതകളുണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും അപരാധം തന്നെ അടയി. അപ്പൊ ഇതിൽ ഏറ്റവും ഒട്ടും സഹിക്കാൻ പറ്റാത്തൊരു സാധനം ആയിരുന്നു പുഴുവട്ടി. ഇങ്ങനെ പുഴുവട്ടി, ചെക്കങ്ങ് നിലത്ത് പറഞ്ഞിട്ട് പുഴുവട്ടിക്കുക. സോംബി അല്ലു അർജുൻ അല്ലെങ്കിൽ സോംബി പുഷ്പരാജ്. അതാണ് ഇന്നത്തെ കാഴ്ചകൾ. സോ സകൃതകൃതരായ നാട്ടുകാരെ, നമുക്ക് വേണ്ടി PK ട്രോൾ ഇതിന്റെ സത്യാവസ്ഥ കാണിച്ചിരുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. കണ്ടേച്ചും വരാം. ആരും തെറ്റരുത്. റെഡി. അടികൾ പലവിധം. സെവൻസിനടി, പൂരത്തിനടി, ഉത്സവത്തിനടി, പെരുന്നാക്കടി, ഗാനമേളക്കടി, പിന്നെ വെറുതെ വരുന്നടി, അതിന്റെയൊക്കെ തിരിച്ചടി. ഇടി എന്ന് പറഞ്ഞാൽ കൊടുക്കുക, കൊള്ളുക, വീണ്ടും കൊടുക്കുക, ഗിവ് ആൻഡ് ടേക്ക്. അതാണ് അതിന്റെ ഒരു ലൈൻ. മക്കൾ ഇടി കണ്ടോ? നല്ല ചങ്ക് പൊളിക്കനടി. കളത്തിലെന്ന് ബാൽക്കണി ഇരുന്നങ്ങ് കണ്ടാ മതി. മോളെ, ഇതൊരു ഫാമിലി എന്റർടൈനർ ആണ്. നിങ്ങൾ ലേഡീസിനും വരാം. അന്ന് ഉത്സവത്തിന് ഇവനെ അടിച്ചത് പെൺവേഷത്തിലല്ലേ? അതെ. ഇപ്പൊ ഇവനെ അടിച്ചാ വേറെ ആരെയും അടിക്കുന്ന പോലെ. ജോണിമോനെ, എന്നാ പറഞ്ഞാലും ഞാൻ നമ്മൾ വിചാരിച്ചത് ആഗ്രഹിച്ചേട്ടായി നടത്തി. പക്ഷേ എടാ, അമ്മന്റെ അടുത്ത് പോയ സാരി വില്ലനാണെങ്കിൽ ഒരു അറപ്പാക്കട വില്ലൻ, പല്ലും തെക്കിട. സമയം കളയത് ഇയാളെ സുന്ദരനാക്കോ സുന്ദര. പുഷ്പ വിനയം കുടിക്കാൻ ഇങ്ങനെ നീ കുഴപ്പമുണ്ടാക്കോടാ. നിനക്ക് ദേഷ്യം വരുന്നുണ്ടോ? ശിവ, അവനെ തട്ടിക്കട്ടെ. വേണ്ട, കൊല്ലാൻ വരട്ടെ. അതിനു മുമ്പ് ഒരു തമാശയൊക്കെ വേണ്ടേ? എനിക്കിതൊക്കെ ഒരു ത്രില്ലായിട്ടാ തോന്നുന്നത്. ജീവിതത്തിൽ എന്തെങ്കിലും കറക്റ്റ് വന്നു തമാശ. ഇവനൊരു എല്ല് കൂടുതലാണല്ലോ സാറേ. ചെക്കന്റെ സ്വഭാവം കേട്ടിടത്തോളം അടിയായിരുന്നു. ഇങ്ങനെ ടൈപ്പാ. വലിയ സമയം പിടിക്കില്ല. ചത്തു. നിനക്ക് തല്ലാൻ തോന്നുന്നുണ്ടോ? തല്ലടാ, തല്ലടാ. അവളുടെ ദേഹത്തൊരു ചെറിയ പോറലുണ്ടായ ഇപ്പൊ ഒരു ഈ വിലങ്ങൊന്ന് അഴിക്കടാ. ഓടാ, ആണത്തം കാണിക്കുന്നത് മണ്ടത്തരം കാണിച്ചിട്ടാണോടെ? പിള്ളേര് പതിവായിരിക്കുന്നതിലും 10 അടി തള്ളിയിരുന്നോണം. പൊട്ടിപ്പാറുന്ന അടിയാ നടക്കാൻ പോകുന്നത്. ഇതൊക്കെ സഹിക്കാം. ഭയങ്കര സംഭവം തന്നെ. സോംബി ഭയങ്കരം തന്നെ. സത്യത്തിൽ ഇത് തിയേറ്ററിലെ അവസ്ഥ. ജീവിച്ചിട്ട് ഊപ്പണ വകയ സീന. ചുരുണ്ടാൻ ഇങ്ങനെ അടിച്ചു. ഇവനിത് എവിടേക്കാണോ ക്യാമറ ഉണ്ടോ വെച്ചിരിക്കുന്നത്? വാട്ട് ഗ്രേറ്റ് വിഷ്വൽസ്. ഓ, നൈസ് പെർഫോമൻസ് ടു. അതാണ് ഇവനെന്താ പട്ടിയുടെ കിഡ്നിയാണോ? ഇവനെന്താ ഇങ്ങനെ? പോവാണ് സ്ലൈഡ് ചെയ്ത്. കുറുമ്പൊന്നുമല്ല, എനിക്ക് ഇഷ്ടമല്ലാത്താണെങ്കിൽ ഞാൻ കടിക്കും. നീ ഇത്രല്ലേ കണ്ടോളൂ. അങ്ങോട്ട് നോക്കിയേ. Don't laugh challenge. വെരി ഗുഡ്. ചിരിക്കരുത്. മാർവലസ്, ഫാന്റാസ്റ്റിക്, ബ്യൂട്ടിഫുൾ. പറയാൻ വാക്കുകളില്ല. കറക്റ്റ് സ്പോട്ടില് കൊണ്ടുപോയത്.
മനുഷ്യ കുഞ്ഞിനെയാണോ? നിനക്ക് എങ്ങനെ സാധിക്കും? എനിക്ക് ഒരൊത്തും പിടിയും കിട്ടുന്നില്ല നിന്റെ കാര്യത്തില്. ഞങ്ങൾക്ക് കാര്യങ്ങളൊന്നുമില്ല, പെട്ടെന്ന് തട്ടിക്കൂട്ടിയതാ. കാണിക്കും പ്ലീസ്. സാറിന് നാഷണൽ അവാർഡ് ഉറപ്പാ. ആവാഹിച്ച് തന്നിലേക്ക് ആവാഹിച്ച് അത്ഭുതപ്പെടുത്തുകയാണ്. റിയലി റിയലി അമേസിംഗ് അമേസിംഗ്. സാറേ നിങ്ങൾ മരണമാസാട്ടോ. നിന്റെ അത്ര ഇല്ലാട്ടോ. സ്പോട്ടില് நான் இருந்திருந்தா ரணகலமாயிருக்கும். ഇല്ല ബാലയ്യ, ഇല്ല, നിങ്ങൾക്ക് കഴിയില്ല. ഇതിന്റെ മേലെ കഴിയില്ല. നടക്കുവല്ല, നീ പറക്കൂന്ന് വരെ എനിക്കറിയാം. കഴിഞ്ഞില്ല ഇത്. കേരളം നമുക്ക് ഫീലുണ്ട് കേട്ടോ. കഴിഞ്ഞില്ല ഇത്. കുറച്ച് ഓക്സിജൻ കിട്ടും. കുറച്ച് പോരാ, ഒരു സിലിണ്ടർ തന്നെ വേണ്ടി വരും. അടുത്ത വാർത്ത പുറകെ വരുന്നുണ്ട്. പൊന്നോ വേണ്ട, ഇനിയും കേൾക്കാനുള്ള മുസ്ലിം പോർ ഇദ്ദേഹത്തിനില്ല. അല്ലെങ്കിലും നീ ഒന്നും എന്നെ അർഹിക്കുന്നില്ലടാ. ഇനി ഇവിടെ നിന്നാൽ എന്നെ ഐസിയിൽ കിടത്തേണ്ടി വരും. ശരി പോട്ടെ, പിന്നെ എല്ലാം നമുക്ക് സഹിക്കാം. അത് നിന്നിടത്ത് നിന്ന് എങ്ങനെയാണ് ഈ സ്ലൈഡ് ചെയ്യണത് നമുക്ക് വിചാരിക്കാം. ചിലപ്പോൾ ബാറ്ററി ഇട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ മൂട്ടില് കുറച്ച് കാന്താരി മുളക് അരച്ച് തേച്ച് വിട്ടപ്പോൾ പോയിന്നെങ്കിൽ നമുക്ക് വിചാരിച്ച് അങ്ങനെയെങ്കിലും ആശ്വസിക്കാം. ചവിട്ടിയിട്ട് കടിക്കാൻ വരുന്ന സാധനം നമുക്ക് ആലോചിക്കാം. അവന് സോംബി വെത്ത് കയറിയാണെന്ന് വിചാരിക്കാം. മനസ്സിനകത്ത് പുഴുവട്ടി. ബാലയ്യ, നിങ്ങളൊക്കെ എത്ര വലിയവനാണെന്ന് ഇപ്പൊ മനസ്സിലാവുന്നുണ്ട്. അല്ലുവിന്റെ മേലെ ഇനി ഒരു സീൻ ബാലയ്ക്ക് ചെയ്യാൻ കഴിയില്ല. ഇതിന്റെ മുകളിൽ ഒരു സീൻ ചെയ്ത് വെക്കാൻ കഴിയില്ല. എന്ത് നല്ല മനുഷ്യനായിരുന്നു. ഞാനൊക്കെ 2000 കോടി ആകാനായി അതിന് മേലെ കയറിയോ എനിക്ക് അറിയില്ല. 2500 വന്നാലും സംശയിക്കാനൊന്നുമില്ല. ഇത് ചാപ്രിപ്പാടവിടെ